അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കുട്ടികൾക്ക് മെന്റലിസത്തിന്റെ ചെറിയൊരു പ്രോഗ്രാം കുട്ടികൾക്ക് കാണിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ വെള്ള പേപ്പർ ഒന്നോ. ഓക്കെ ഓക്കെ 4 പേരുണ്ട് ഇവിടെ അല്ലേ? നമുക്ക് 4 പേർക്കും പ്രത്യേക ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ കിട്ടിയതെങ്കിൽ കഴിക്കാനെന്ന് ആഗ്രഹിക്കുന്ന നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഫുഡ് നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരാം. ആരോട് പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം, നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ചിലപ്പോൾ ബിരിയാണി ആകാം, അങ്ങനെ ഫ്രൈഡ് റൈസ് ഏതാവാം, നിങ്ങളത് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ പേപ്പർ തരും. ആ പേപ്പറിൽ എന്ത് ചെയ്യാം, എന്നെ കാണിക്കാതെ, ഞാൻ മാറി നിൽക്കും, എന്നെ കാണിക്കാതെ നിങ്ങൾ ആ ഇഷ്ടപ്പെടുന്ന ഫുഡ് ആരെയും കാണിക്കാൻ പാടില്ല. നിങ്ങൾ എഴുതുന്നത് ഇപ്പൊ ഇയാളെ ഇയാൾ മാത്രമേ കാണാൻ പാടുള്ളൂ, ഒരാളും കാണാൻ പാടില്ല. അങ്ങനെ എന്ത് ചെയ്യണം, എഴുതിയിട്ട് ഈ തൊപ്പിയിൽ എന്ത് ചെയ്യാം, കൊടുത്തിടാം. ഓക്കെ, മടക്കി നല്ല മടക്കിട്ട് കൊടുത്ത് ആരും കാണാൻ പാടില്ല. ഓക്കെ, പേരോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മാത്രം എഴുതിയാൽ മതി, പേര് എഴുതരുത്. കാരണം അത് തുറന്നു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇത് ആരാ എഴുതിയെന്ന് പോലെ മനസ്സിലാൻ പാടില്ല. എന്നാ എന്താ എഴുതിയെന്നുള്ള വ്യക്തമായി എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ആഗ്രഹമുള്ള ഫുഡ് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. നിങ്ങൾ 4 അല്ലടത്ത് വെള്ള പേപ്പർ കിട്ടിയിട്ടല്ലേ? ഓക്കെ, ആദ്യം ഒരാൾ വന്ന് എഴുതിയതിനു ശേഷം അവിടെ പോയി നിൽക്കാം. ആരും കാണിക്കാതെ കേട്ടോ. എന്നിട്ട് പേന അവിടെ വെക്കാം. 10 ആൾ ഇരിക്കുക, പേന എടുക്കാം, എഴുതാം. ഓക്കെ, ഞാൻ മാറിക്കാം. കഴിഞ്ഞില്ലേ? ഓക്കെ, മനസ്സിലെ നിങ്ങൾ രണ്ടുപേരും എല്ലാവരും കൈ കുടിക്കും. കയ്യും നന്നായി തുടക്കട്ടെ. ആദ്യം നന്നായി കൈ തുടക്കുക. ഓക്കെ, ഇനി കൈ കുടിക്കുക. അപ്പൊ നിങ്ങളുടെ കയ്യില് നിങ്ങളെ ആ ഇഷ്ടപ്പെടുന്ന ആ ഫുഡ്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളെ എഴുതിയിട്ട ആ ഫുഡ് ഒരു പ്ലേറ്റിലായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സങ്കല്പിക്കുക, അങ്ങനെ ഇമാജിൻ ചെയ്യും. മനസ്സിലിങ്ങനെ കൊണ്ടുവരാം. എന്ത്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഫുഡ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട് ഉണ്ട്. നല്ല നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ആ ഫുഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ഫുഡ് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ആ ഫുഡിന്റെ നല്ല സ്മെല്ല് നിങ്ങളുടെ മുട്ടിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. നല്ല ഫുഡ്, നിങ്ങൾ കയ്യൊക്കെ എല്ലാം മണത്ത് നോക്കിയാൽ ഫുഡിന്റെ സ്മെല്ല് നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടോ? ഫുഡിന്റെ സ്മെല്ല് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരണം. ഓക്കെ, നല്ല സ്മെല്ലിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്, ആ ഫുഡിന്റെ സ്മെല്ല്. ഓക്കെ, മനസ്സിലിങ്ങനെ ഇമേജിൽ കൊണ്ടു. നിങ്ങളിങ്ങനെ ഫുഡ് ഇട്ടോ, ഫുഡ് നിങ്ങളെ കയ്യിലുണ്ട്. ആ ഫുഡിന്റെ സ്മെല്ല് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാൻ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കയ്യിൽ നിങ്ങളെ കാണുന്നുണ്ട്. വേറെ എവിടേക്ക് നോക്കാൻ പോകരുത്, കയ്യിലേക്ക് തന്നെ നോക്കണം. ദുവാ ചെയ്യല്ല, കയ്യിൽ പാത്രമാണ് പിടിച്ചിരിക്കുന്നത്. അതേ ലെവലിൽ പാത്രം പിടിക്കുന്ന പോലെ തന്നെ നിൽക്കണം. ദുവാ ചെയ്ത പോലെ ഒക്കെ ഉണ്ടാ. ഓക്കെ, കയ്യിൽ പ്ലേറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഫുഡിന്റെ ഭാരവും എല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അടിപൊളി ഫുഡല്ലേ? നോക്കട്ടെ. എഴുതിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഫുഡ് എല്ലാവരും എഴുതിയിട്ടുണ്ട്. നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഫുഡിന്റെ സ്മെല്ല്. ഫുഡ് നോക്കട്ടെ. പലതരം ഫുഡാണല്ലോ എല്ലാവരും ഓർഡർ ചെയ്യുന്നത്. പലതരം ഫുഡാണ് ഓരോരുത്തർ അല്ലേ? അടിപൊളി ഫുഡാളൊക്കെ ഉണ്ടാക്കിയാണ്. മന്തി അടിപൊളിയല്ലേ? മന്തി അടിപൊളി കേട്ടോ. മന്തി അല്ലേ? ആ, മന്തി അടിപൊളി മന്തിയാണ്.
നിങ്ങൾ നല്ല ഇമേജ് മനസ്സിൽ കൊണ്ടുപോയി നല്ല ഫുഡും കൊണ്ടിട്ട് ഫുഡിന്റെ സ്മെല്ല് ഇങ്ങനെ ഇറങ്ങണം. നിങ്ങൾക്ക് ആ ഫുഡ് ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് എനിക്ക് അത് ഫുഡ് ഏതാന്ന് എനിക്ക് മണക്ക് പോയിട്ടുള്ളൂ. നല്ല എന്താ കഴിയും ഇന്നുകൂടി ഫുഡ് മാറ്റി ഫുഡിന്റെ സ്മെല്ല് പുറത്തേക്ക് തന്നെ വരട്ടെ. എന്താ ഉഷാറായിട്ട് വരട്ടെ. കോഴിമന്തിയാണല്ലേ? അടിപൊളിയായിട്ടുണ്ട്. മന്തിയാണോ? ആ അവിടെ കാണാൻ നട്ടാ രണ്ടുപേര് ഫുഡാണ് കിട്ടാനുള്ളത്. നല്ല പരിചയമുള്ള ഫുഡാണ്. ഞാൻ ഇടയ്ക്കിടെ കഴിക്കാറുള്ള ഫുഡാണ്. കഴിക്കാറില്ല. ആ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് നൂഡിൽസ് അല്ലേ? നൂഡിൽസ് ആണോ? ആ നൂഡിൽസ് തന്നെ. അപ്പൊ പിന്നെ അത് മന്തി ആയിരിക്കും. ഓക്കെ അതാണ് എല്ലാം കറക്റ്റ് അല്ലേ? എന്ത് ചോദിക്കാനുള്ളത് പറയും. എന്ത് ചോദിക്കാനുള്ളത്? അടിപൊളി. എന്താ അഭിപ്രായം പറയാനുള്ളത്? രസമുണ്ടെന്നോ? എന്താ എന്റെ അഭിപ്രായം? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് പരിപാടി? ഇത്